വലിയ വലിയ മഹത്വമുള്ള കാവ്യങ്ങളില്ലേ? നമ്മുടെ വീടുകളിൽ നമ്മൾ മഹാന്മാരെ ചൊല്ലാറില്ലേ? ഖുതുബിയത്തിന്റെ വചനങ്ങളില്ലേ? മഹാനരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അബദാനമല്ലേ? മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഔന്നിത്യത്തിന്റെ എല്ലാ ഭാവങ്ങളെയും ഖുതുബിയത്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ലേ? മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അറിവിന്റെ ഗരിമ അവിടെയില്ലേ? അശ്ശാഫിഇയ്യ ഫസിറത്തൽ ഹംബലിയ ബിലാ ഷാഫിഈ മദ്ഹബുകാരനായിരുന്ന മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ച ആ മദ്ഹബിലും വലിയ സ്ഥാനമുള്ള മുഫ്തിയുടെ പദവി അലങ്കരിച്ചിരുന്ന ചരിത്രം നമ്മുടെ മക്കളിലേക്ക് ചെല്ലുകയല്ലേ? അവർ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനുഹു അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ അമാകിനുഹു. ചരിത്രത്തിലെ തുല്യതയില്ലാത്ത വചനങ്ങൾ നമ്മുടെ മക്കള് നിരന്തരമായി ചെല്ലുകയല്ലേ? ഖുതുബിയത്ത് എഴുതിയതാരാണ്? വിവരമില്ലാത്ത ആളല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഔറംഗസീബിന്റെ കൊട്ടാര വളപ്പിൽ ഒരാളും തടയാതെ കയറി ചെന്നിരുന്ന നേതാവ്, തെന്നിന് കണ്ട ഏറ്റവും വലിയ അറിവിന്റെ അമരമലങ്കരിച്ചിരുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ആണ് ഖുതുബിയ നിർവഹിച്ചത്. ആ വചനങ്ങൾ എഴുതിയത്, ആ വചനങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ മദ്രസ പാഠപുസ്തകം വായിച്ച അറിവ് പോരാ, യൂട്യൂബ് പ്രഭാഷണം കേട്ട അറിവ് പോരാ, ഏതെങ്കിലും മദ്രസ വരാന്തയിൽ നിന്ന് അറിവ് പോരാ, ഉംറയ്ക്ക് വിസ അടിച്ച് ഏതെങ്കിലും അറബ് രാജ്യത്ത് ചെന്നു നിന്ന അറബി പോരാ. കാരണം അറബി കൊണ്ട് അമ്മാനമാടിയ മഹാനരായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ഔറംഗസീബിന്റെ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിന്റെ കൊട്ടാര വളപ്പിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാം. വരുമോ? ഇല്ല ഇല്ല, എനിക്കെന്റെ പള്ളി മതി, രാജാവിന്റെ പള്ളിമേട വേണ്ട. ഇറങ്ങിപ്പോരുന്നയാളാണ്, അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തയാളാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാണ് എഴുതി വെച്ചത് മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ മനാഖിബായ ഖുതുബിയത്ത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്ന കാലം, സ്വാലിഹീങ്ങളെ നിസാരപ്പെടുത്തുന്ന കാലം, കറാമത്തുകളെ നിസാരപ്പെടുത്തുന്ന കാലം, പരിഹസിക്കപ്പെടുന്ന കാലം, അവിടെയാണ് ഈമാൻ ഉറക്കേണ്ടത്. കാരണം അതൊക്കെ അജണ്ടകളാണ്. ഏത് അജണ്ടയാണെന്നറിയുമോ? ഈ അള്ളാഹുവിന്റെ സ്മരണ നമ്മുടെ മക്കളുടെ കൽബിൽ നിന്ന് പോയാൽ, ഔലിയാക്കളുടെ സ്മരണ നീങ്ങിപ്പോയാൽ, ആത്മീയത നഷ്ടപ്പെട്ടു പോയാൽ, ആ മോനെ കൊണ്ടുപോയി എന്തും ചെയ്യാം, ആ മകളെ എങ്ങനെയും വഷളാക്കി കളയാം. അതിനാദ്യം വേണ്ടത് സംശയമാണ്. ആ സംശയ രോഗം നമ്മുടെ ജീവിതത്തിൽ വന്നോ, ജീവിതം തന്നെ താറുമാറാകും. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം തോന്നിയാൽ, സംശയം ഭർത്താവിന് ഭാര്യയോട് തോന്നിയാൽ, അതുപോലെ നല്ലതിനോട് പലതിനോടും സംശയമാണ്. ദിക്റ് ചൊല്ലുമ്പോ സംശയമാണ്, മദ്ഹ് ചൊല്ലുമ്പോ സംശയമാണ്, സ്വലാത്ത് ചൊല്ലുമ്പോ സംശയമാണ്. സംശയിച്ചു ചെല്ലുന്നത് കൊണ്ട് അതിന്റെ ലദ്ദത്ത് അവന് കിട്ടൂല, അതിന്റെ ലഹരിയില്ല. എല്ലാ ലഹരിയും നഷ്ടപ്പെട്ടു പോയ അവന് പിന്നെയുള്ളത് LSD ആണ്, MDMA ആണ്, സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ലോകമാണ്. ഒരിക്കലും ലഹരി കിട്ടാത്ത ഹൃദയവുമായി അലയുന്നവൻ സിറിയയിലോ യമനിലോ ലബനാനിലോ പോയി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്. അതാണ് ചരിത്രമെങ്കിൽ എൻ്റെ മുഅ്മിനേ, അറിയാൻ പറയുകയാണ്, അറിയാൻ പറയുകയാണ്. മഹാന്മാർക്ക് ഖൽബ് കൊടുത്ത മനുഷ്യരറിയാൻ ഒരു ചരിത്രം പറയാ.